ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മട്ടൻ ബിരിയാണി. നമുക്കിത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നെയ്യൊക്കെ ഒന്ന് മാറ്റി അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. മുറിച്ചു വെച്ചിരിക്കുന്ന മട്ടണിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, വെള്ളം എന്നിവ ചേർത്ത് ഏകദേശം 45 മിനിറ്റ് വേവിച്ചെടുക്കുക. ഈ സമയത്ത് നമ്മൾ 1 കിലോ ഉള്ളി ചെറുതായി അരിഞ്ഞ് നല്ലപോലെ വറുത്തെടുക്കുക. ഇത് നമ്മൾ പകുതി മട്ടൻ മസാലയിലേക്കും ബാക്കി പകുതി ദമ്മിടുന്നതിനായിട്ടും ഉപയോഗിക്കാം. ഇനി നമുക്ക് ബിരിയാണി മസാല റെഡിയാക്കാം. അതിനുള്ള പാത്രം എടുത്ത് വയ്ക്കാം. അടിഭാഗം കട്ടിയുള്ള ഒരു വലിയ പാത്രം വെച്ച് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമ്മൾ ആദ്യം ഒഴിക്കുക. ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റുക. ഇവ ഏകദേശം ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ഇതിനകത്തേക്ക് ഏകദേശം 2 കിലോ സവോള ഇട്ട് നല്ലപോലെ വഴറ്റുക. ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് വഴറ്റുക. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജാതിക്കപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റുക. നമ്മൾ 1 കിലോ മട്ടനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് ഈ മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ 5 കിലോ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് മസാലയ്ക്ക് കട്ടി കിട്ടാൻ വേണ്ടിയാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. മസാല നല്ലപോലെ വാടിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് 6 തക്കാളി അരിഞ്ഞ് നല്ലപോലെ വഴറ്റി വീണ്ടും വയ്ക്കും. തക്കാളി നല്ല വെന്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് തൈര് ചേർക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ മസാലയിലേക്ക് നമ്മൾ ആദ്യമേ വറുത്ത് വച്ചിരിക്കുന്ന ഉള്ളിയുടെ പകുതി ഈ മസാലയിൽ പൊടിച്ചു ചേർക്കുക. ഇപ്പോൾ ബിരിയാണിയുടെ മസാല റെഡിയായി. നമ്മൾക്കത് കുറച്ച് മല്ലിയിലയോട് ചേർത്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വയ്ക്കുക. അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല,
കുറച്ച് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, പുതിനയില എന്നിവയിട്ട് നല്ലപോലെ തിളപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ 3 കിലോ ബസ്മതി റൈസ് നല്ലപോലെ കഴുകി വയ്ക്കുക. വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി അരി ഇടുക. ഏകദേശം ഒരു 6 മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇന്ത്യ ഗേറ്റ് അരിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതധികം കുഴഞ്ഞു പോകില്ല. തുടക്കക്കാർ ഇത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഏകദേശം ഒരു 6-7 മിനിറ്റ് കൊണ്ട് അരി വേകും. അപ്പോൾ നമ്മളിത് ഊറ്റിയെടുക്കുക. ഇനി നമ്മൾ ദം ഇടുന്നതിനായി പകുതി ചോറ് പാത്രത്തിൽ ഇടുക. അതിനുശേഷം നമ്മൾ അരി വേവിക്കാൻ ഉപയോഗിച്ച വെള്ളത്തിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഗരം മസാല പൊടിയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മട്ടൺ മസാല ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ബാക്കിയുള്ള ചോറ് കൂടി മുകളിലിടുക. നെയ്യ്, കശുവണ്ടിപ്പരിപ്പ്, ഫ്രൈഡ് ഓണിയൻ, മല്ലിയില, പുതിനയില, കുറച്ച് സാഫ്രോൺ വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സാഫ്രോൺ വെള്ളം ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമായാലും ഒഴിക്കാം. കുറച്ച് റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കുക. ആദ്യമായി അലുമിനിയം ഫോയിൽ വെച്ച് ഇങ്ങനെ കവർ ചെയ്യുക. ശേഷം ഒരു മൂടി വയ്ക്കുക. അതിനുശേഷം മുകളിൽ വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് എയർ പുറത്തേക്ക് പോകാതെ വയ്ക്കുക. ഏകദേശം ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെക്കണം. വളരെ സ്ലോ ഫയറിൽ ഇങ്ങനെ ഇടുക. ഏകദേശം 20 മിനിറ്റ് സ്ലോ ഫയറിൽ ഇങ്ങനെ ഇടുക. അതിനുശേഷം നമുക്കിത് തുറക്കാം. തുറക്കുമ്പോൾ ഇതുപോലെ ആവി വരണം. നല്ല അടിപൊളി ദമ്മായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ അറിയിക്കുക.